ഒരു താറിൻ്റെ റിയർ ഡിഫറൻഷ്യലിൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്തപ്പോൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഓയിലുമായിട്ട് മിക്സ് ആയതുകൊണ്ടിട്ടാണ് ഓയിലിന് ഈ രീതിയിലുള്ള ഒരു കളർ വന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി ഇത് ഓഫ് റോഡൊക്കെ പോകുന്നൊരു വണ്ടിയാണ്, വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എവിടുന്ന് വെള്ളം കയറി എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ എങ്ങനെ വെള്ളം കയറി എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരും. കാരണം ഇത്രയും പാക്കിങ് ഓയിൽ സീലൊക്കെ വെച്ചിട്ട് സീൽഡായിട്ട് ടൈറ്റായിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ കിടക്കുന്നതാണ്. എന്തെങ്കിലും ഹോളോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഓയിൽ പുറത്ത് വരും. അപ്പോൾ എങ്ങനെ വെള്ളം കയറി എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും വരും, എനിക്കും വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി, അതായത് ഞാൻ കണ്ട ഒരു കാര്യം, എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു പൈപ്പ് കണ്ടോ, ഇത് ഹൗസിങ്ങിൻ്റെ എയർ പൈപ്പാണ് കേട്ടോ. അതായത് ഈ ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ ഹൗസിങ്ങിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു എയർ പ്രഷറിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർ പൈപ്പാണ് ആ കാണുന്നത്. ഇത് ഗിയർ ബോക്സിനാണെങ്കിലും ഫ്രണ്ട് ഹൗസിങ്ങിനാണെങ്കിലും ഒക്കെ എല്ലാ വണ്ടികൾക്കും ഉള്ളതാണ് ഈ എയർ പൈപ്പ്. അപ്പം ഇതിലൂടെ ആയിരിക്കണം വെള്ളം കയറുന്നത്. ഈ ഓഫ് റോഡൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറുമ്പോൾ ഈ പൈപ്പിൽ കൂടെ ആയിരിക്കണം വെള്ളം കയറാൻ ചാൻസ് കൂടുതൽ. കാരണം വേറെ ഹോൾസും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും രീതിയിൽ ഹോളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ലീക്കേജ് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കമ്പനി ഇങ്ങനൊരു സാധനം ഇതിൽ സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നത്, വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടാണ്. എനിക്കും അങ്ങനെ ഡൗട്ട് തോന്നി. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു പൈപ്പിലൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നോൺ റിട്ടേൺ വാൽവാണ്. ഒരു സൈഡിലേക്ക് മാത്രമേ ഓപ്പൺ ആവുള്ളൂ, മറ്റൊരു സൈഡിലേക്ക് ക്ലോസ് ആയിരിക്കും. അതായത് വേറെ ഒന്നുമല്ല, ഒരു സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അത് ഓപ്പൺ ആവും, പുറത്തു നിന്ന് എന്തെങ്കിലും അകത്തേക്ക് കയറാൻ അതിന് പ്രഷർ കൊടുക്കുമ്പോൾ അത് ക്ലോസ് ആവും. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു വാൽവ് ഒരു സൈഡിലേക്ക് മാത്രമേ എയറിനെ അത് കടത്തി വിടുകയുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു പൈപ്പിൽ വാൽവ് സ്റ്റക്ക് ആയതാണോ എന്താണെന്നറിയില്ല, രണ്ട് സൈഡിലേക്കും എയർ പോകുന്നുണ്ട്. അതായത് അകത്തോട്ടും പോകുന്നുണ്ട്, പുറത്തോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടിട്ടാണ് വെള്ളം കയറിയത്, ഹൗസിങ്ങിനകത്ത് വെള്ളം കയറിയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെൻ്റെ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.